ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതെൻ്റെ ചാനലിലെ ആദ്യത്തെ വീഡിയോ. ഞാൻ ഈ വീഡിയോയിൽ കൂടി നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ മലയാളത്തിലെ ഇഷ്ടം പോലെ ചാനലുകളുണ്ട്. പക്ഷേ ഓഫ് ഷോർ ഷിപ്പിനെ കുറിച്ചുള്ള ചാനലുകൾ വളരെ കുറവാണ്. നിങ്ങൾ ചിലപ്പോൾ ഇഷ്ടം പോലെ കണ്ടെയ്നർ ഷിപ്സ്, ടാങ്കറിൻ്റെ എല്ലാം വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ ഓഫ് ഷോർ ഷിപ്പുകളെ കുറിച്ചും അതിൽ എന്തെല്ലാം ഓപ്പറേഷൻസാണ് നടക്കുന്നതിനെ കുറിച്ചും ഉള്ള ചാനലുകൾ ഞാൻ അധികം കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരിക്കും. നമുക്ക് ഓഫ് ഷോർ ഷിപ്പിലെ ബ്രിഡ്ജ് ഒന്ന് പരിചയപ്പെടാം. മെയിൻ ഫ്ലീറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഓഫ് ഷോർ ഷിപ്പ് വളരെ ഡിഫറെൻ്റാണ്, ഓപ്പറേഷൻസ് ഡിഫറെൻ്റാണ്. ആദ്യം ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ബിനോയ്. ഞാൻ ഓഫ് ഷോർ വെസലിൽ സെക്കൻഡ് ഓഫീസർ DPO ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. DPO എന്ന് പറഞ്ഞാൽ ഡൈനാമിക് പൊസിഷനിങ് ഓഫീസർ. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് വേറൊരു വീഡിയോയിൽ പറയാം, എങ്ങനെയാണ് DPO ലൈസൻസ് എടുക്കുന്നതിനെ കുറിച്ചെല്ലാം. അപ്പോൾ നമുക്ക് ബ്രിഡ്ജ് ഒന്ന് കണ്ടാലോ. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫോർവേഡ് സ്റ്റേഷൻ. നമ്മുടെ ഷിപ്പിലെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്റ്റേഷനാണിത്. ഇതുപോലെ തന്നെ പുറകിലൊരു സ്റ്റേഷനുണ്ട്, അതിനെ നമ്മൾ ഹാഫ് സ്റ്റേഷൻ എന്ന് പറയും. അപ്പോൾ ഫോർവേഡ് സ്റ്റേഷനിൽ മെയിനായിട്ട് നമുക്ക് വരുന്നത് ഓർഡറായിട്ട് പോകാം. ഇത് PA സിസ്റ്റം എന്ന് പറയും, പബ്ലിക് അഡ്രസ് സിസ്റ്റം. ഇതിലൂടെ നമുക്ക് ഷിപ്പിലെ എല്ലാ ലെവലിലും സ്പീക്കേഴ്സ് ഉണ്ട്. അപ്പോൾ എമർജൻസി ടൈമിലും അല്ലെങ്കിൽ എന്തെങ്കിലും അനൗൺസ് ചെയ്യാനും ഇതിലൂടെ നമുക്ക് എല്ലാവരെയും അറിയിക്കാവുന്നതാണ്. പിന്നെ ഈ ഷിപ്പിന് സ്റ്റിയറിംഗ് ഇല്ല. ഇത് അസിമുത്താണ് ഇതിന് പ്രൊപ്പല്ലർ വരുന്നത്. അപ്പോൾ 2 അസിമുത്ത് പ്രൊപ്പല്ലർ, 3 ബോത്ത് റെസ്റ്ററാണ് വരുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി നമുക്ക് ടേൺ ചെയ്യാം. ഇത് RPM കൂട്ടാനും കുറയ്ക്കാനും. ഇതിപ്പോൾ കോമൺ സ്റ്റാർ ബോർഡ് എന്ന് പറഞ്ഞ ഒരു സെറ്റിങ്സിലാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ലിവറിൽ മാത്രം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അസിമുത്ത് പ്രൊപ്പല്ലർ എന്തെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം, അത് അസിമുത്ത് പ്രൊപ്പല്ലറിൻ്റെ ഇൻഡിക്കേഷനാണ്. അപ്പോൾ അത് എത്ര ഡിഗ്രി, 360 ഡിഗ്രി അത് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഷിപ്പ് നമുക്ക് ഏത് ഡയറക്ഷനിൽ പോകണോ അതനുസരിച്ചിട്ട് നമുക്ക് ഇതിലൂടെ നമുക്കത് കൺട്രോൾ ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് നമ്മുടെ UHF ആണ്. ഇത് നമ്മുടെ ഓൺ ബോർഡ് കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മുടെ ഡെക്കിലെ ക്രൂവിനോടെല്ലാം സംസാരിക്കുന്നതിന് വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് ബ്രിഡ്ജ് സിസ്റ്റം ടച്ച് പാനൽ എന്ന് പറയും. ഇതിലൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാം. നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഇതിൽ ഡിഫോൾട്ടായിട്ടുള്ളത് നമ്മുടെ ഷിപ്പിൻ്റെ ഹോണാണ്. ഇത് ടച്ച് സ്ക്രീനാണ്. ഇതിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹോണാവും. പിന്നെ ഇതിൽ ഫോഗ് സിഗ്നൽസ് വരുന്നുണ്ട്. ഇപ്പോൾ ഓരോ ഫോഗിൻ്റെ ഓരോ ടൈമിലും ഏതെല്ലാം ഇതാണ് കൊടുക്കുന്നത് അത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഇൻ്റർവെല്ലിൽ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഇൻ്റർവെല്ലിൽ സൗണ്ട് ചെയ്യും. പിന്നെ ഇതിൽ തന്നെ നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾ വരുന്നുണ്ട്. ഫ്രണ്ടിലെ വൈപ്പറും ബാക്കിലെ വൈപ്പറും സെലക്ട് ചെയ്തിട്ട് ചെയ്യാം. അതുകൂടാണ്ട് ഫോൺ വരുന്നുണ്ട്. പിന്നെ ഷിപ്പിൻ്റെ പുറത്തുള്ള ലൈറ്റ്സ് എല്ലാം ഓണാക്കാനായിട്ട് അത് വരുന്നുണ്ട്. അതുകൂടാണ്ട് നാവിഗേഷൻ ലൈറ്റ്സ് ഇതിലൂടെ ചെയ്യാം. അങ്ങനെ കുറേ സെറ്റിങ്സ് ഇതിൽ തന്നെ വരുന്നുണ്ട്. വരുന്നത് പിന്നുള്ളത് നമ്മുടെ ഇത് റിമോട്ട് അലാം പാനലാണ്. നമ്മുടെ GMDSS ഏതെങ്കിലും അലാം എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് റിമോട്ട്ലി ഇവിടെ നിന്ന് തന്നെ നമുക്ക് മ്യൂട്ട് ചെയ്യുകയോ ഇത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് അക്നോളജ്മെൻറ്റ് ചെയ്യാം. ഇത് പിന്നെ ഫ്രണ്ട് ഒരു VHF ആണ്. ഇതാണ് നമ്മുടെ ഫോർവേഡ് സ്ക്രീൻസ്. ഇതെല്ലാം ഇൻ്റഗ്രേറ്റഡ് സ്ക്രീൻസാണ്.
ഇതിൽ നമുക്ക് ഇപ്പോൾ സെറ്റിങ്സ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് 2 എഗ്ഡീസും പിന്നെ 2 റഡാറുമാണ്. ഇത് എഗ്ഡീസ് നമുക്കിതിൽ ഏത് സിസ്റ്റം വേണമെങ്കിലും എടുക്കാം, ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന എഗ്ഡീസാണ്. എഗ്ഡീസ് അതുപോലെ തന്നെ ഇവിടെയും ഞാനിവിടെയാണ് സാധാരണ ഇരിക്കാറുള്ളത്. അതുകൊണ്ട് ഇവിടെയാണ് നമ്മുടെ പ്രൈമറി എഗ്ഡീസ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഷിപ്പ് ഓട്ടോ പൈലറ്റിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓട്ടോ പൈലറ്റിൻ്റെ സെറ്റിങ്സും ഇതിൽ തന്നെയാണ് വരുന്നത്. നമുക്കിതിൽ ഹെഡിങ് സെറ്റ് ചെയ്യാം. ഇപ്പോൾ 245 ആണ് ഹെഡിങ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഹെഡിങ്ങിൽ ഷിപ്പ് ഓട്ടോമാറ്റിക്കലി അത് കീപ്പ് ചെയ്ത് പോയിക്കോളും. അപ്പോൾ പിന്നെ ഇത് റഡാറാണ്. 2 റഡാർ, എസ് ബാൻഡ്, എക്സ് ബാൻഡ്. പിന്നെ ഇത് ബ്രിഡ്ജ് അലാം സിസ്റ്റമാണ്. പിന്നെ ഇവിടെ ആങ്കർ വാച്ച് സിസ്റ്റമുണ്ട്. ഇത് ഈ ഷിപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു പുതിയ ഷിപ്പാണ്. 2024 ബിൽട്ടാണ്. ഇത് റോബോട്ടിക് ഷിപ്പ് എന്ന് പറയും. ഈ ഷിപ്പിൽ വേണമെങ്കിൽ ക്രൂ ഇല്ലാതെയും റിമോട്ട്ലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വെസലാണ്. പിന്നെ ഇവിടെ വരുന്നത് നമ്മുടെ GPS സിസ്റ്റവും പിന്നെ നമ്മുടെ ഹെഡിങ്, അനിമോമീറ്റർ, അതായത് വിൻഡിൻ്റെ ഡയറക്ഷൻ, എത്ര നോട്ട് സ്പീഡ് അതെല്ലാം അറിയാവുന്ന സ്ക്രീൻസാണ്. എല്ലാം ഫുള്ളി ടച്ച് സ്ക്രീൻസാണ്. പിന്നെ ഇത് നമ്മുടെ എൻജിൻ, ഇതൊരു ഡീസൽ ഇലക്ട്രിക് വെസലാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ മെയിൻ എൻജിൻ എന്ന് പറഞ്ഞില്ല, ഇതിൽ 4 ജനറേറ്ററാണ് ഉള്ളത്. അപ്പോൾ ഒരു ഇലക്ട്രിക് മോട്ടറാണ് പ്രൊപ്പല്ലർ കറക്കുന്നത്. അപ്പോൾ ഈ ജനറേറ്റർ ഉണ്ടാക്കുന്ന കറണ്ടിൽ നിന്നാണ് ഈ ഷിപ്പ് ഓടുന്നത്. അപ്പോൾ ഇതിൽ അതിൻ്റെ പവറും നമ്മുടെ യൂസ്ഡ് പവറും ഇതെല്ലാം അറിയാം. പിന്നെ ഇതൊരു ഹൈബ്രിഡ് വെസലാണ്. പിന്നെ ഇത് ഫുള്ളി നമുക്ക് ജനറേറ്ററോ എൻജിനൊന്നും ഉപയോഗിക്കാണ്ട് തന്നെ ഫുള്ളി ബാറ്ററിയിലും ഈ വെസൽ നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. പിന്നെ എൻജിനും ബാറ്ററിയും ഉപയോഗിച്ച് ഒരു ഹൈബ്രിഡ് കാറ്റഗറിയിലും നമുക്ക് വേണമെങ്കിൽ ഇതിനെ പെടുത്താം. ഇതാണ് നമ്മുടെ ആഫ്റ്റ് കൺസോൾ, അതായത് പുറകിലത്തെ കൺസോള്. ഇവിടെയാണ് നമ്മൾ DP ഓപ്പറേഷൻസ് എല്ലാം ചെയ്യുന്നത്. DP എന്ന് പറഞ്ഞാൽ ഡൈനാമിക് പൊസിഷനിങ്. ഇത് ഡൈനാമിക് പൊസിഷനിങ് ക്ലാസ് 2 വെസലാണ്. അപ്പോൾ ഇവിടെ MT എന്നും പറഞ്ഞ സിസ്റ്റത്തിൻ്റെയാണ് ഇവിടെ ബ്രിഡ്ജിലുള്ള ഫുൾ സിസ്റ്റംസ്. ഇവിടെ നിങ്ങൾ കാണാം ഫ്രണ്ടിലുണ്ടായിരുന്ന ഫോർവേഡിലുണ്ടായിരുന്ന അതേ സിസ്റ്റംസ് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. പിന്നെ DPയെ കുറിച്ചുള്ള വിശദമായ വേറൊരു വീഡിയോ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക, നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ. പിന്നെ ഇവിടെ DPയുടെ തന്നെ റെഫറൻസ് സിസ്റ്റംസിൻ്റെ സ്ക്രീൻസും പിന്നെ നമ്മളവിടെ കണ്ട അതേ എൻജിൻ, ഇവിടെ ഫുള്ള് ഫ്രഷ് വാട്ടർ, നമ്മുടെ ഫ്യൂവൽ ഓയിൽ എല്ലാത്തിൻ്റെയും ലെവൽസും കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. പിന്നെ ഇതാണ് നമ്മുടെ ഫയർ അലാം പാനൽ. ഇപ്പോൾ ഷിപ്പിൽ നമ്മുടെ ഫയർ ഡിറ്റക്ഷൻ ഏതെങ്കിലും ആക്ടിവേറ്റ് ആവുകയാണെങ്കിൽ നമുക്കിവിടെ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. ഇവിടെ തന്നെ നമുക്ക് അത് അക്നോളജ് ചെയ്യാനും സാധിക്കും. ഇതാണ് നമ്മുടെ ഫയർ അലാം പാനൽ. പിന്നെ ഇത് ജനറൽ അലാം. പിന്നെ ഇതെല്ലാം എമർജൻസി സ്റ്റോപ്സിൻ്റെ സ്വിച്ചുകളാണ്. പിന്നെ ഇത് വാട്ടർ മിസ്റ്റ് എന്ന് പറയും. നമ്മുടെ എൻജിൻ റൂമിൽ ഫയർ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ചില ഷിപ്പുകളിൽ CO2 ആയിരിക്കും, പക്ഷേ ഈ ഷിപ്പിൽ ഫിക്സ്ഡ് ഫയർ സിസ്റ്റം എന്ന് പറയുന്ന വാട്ടർ മിസ്റ്റാണ്. അപ്പോൾ ഇത് ഇവിടെ നിന്നും ബ്രിഡ്ജിൽ നിന്ന് ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള പാനലാണ്. പിന്നെ ഇത് വിൻഡോ വൈപ്പറിൻ്റെ വേറൊരു പാനലാണ്. നമുക്ക് മറ്റേ വേറൊരു സ്ക്രീൻ നേരത്തെ കാണിച്ച അതേ സ്ക്രീനിലും നമുക്കതിൽ കൺട്രോൾ ചെയ്യാം. പിന്നെ അത് എമർജൻസി എൻജിൻ ടെലഗ്രാഫ്. നമുക്ക് ഏതെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ സ്റ്റിയറിംഗ് ഫെയിലിയർ ആവുന്ന ടൈമിൽ എൻജിൻ ടെലഗ്രാഫ് ഇതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും.
ഇത് ഹോസ്പിറ്റലെല്ലാം. പിന്നെ ഇത് ഷിപ്പ് ഫോൺ. ഇവിടെ നിന്ന് മാനുവലായിട്ടൊരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ടച്ച് സ്ക്രീനിലൂടെയും നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കണം. ഇത് പിന്നെ നമ്മുടെ ഷിപ്പിൻ്റെ നാവിഗേഷൻ ലൈറ്റ്സിൻ്റെ പാനലാണ്. പിന്നെ ഇത് ഷിപ്പിൽ തന്നെ ഇതിൽ 2 സെർച്ച് ലൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള പാനലാണ്. പിന്നെ ഇത് നോർമൽ ഫോണ്. പിന്നെ ഇത് സൗണ്ട് പവർ ടെലിഫോൺ എന്ന് പറയും. അപ്പോൾ ഇത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഷിപ്പ് ബ്ലാക്ക് ഔട്ട് ആണെങ്കിലും നമുക്ക് ഇതിലൂടെ എമർജൻസി ആയിട്ട് സെലക്റ്റഡ് സ്ഥലത്തേക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇത് വാട്ടർ ടൈറ്റ് ഡോർസിൻ്റെ സിമ്പിളാണ്, പാനലാണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് അറിയാൻ പറ്റും ഷിപ്പിലുള്ള വാട്ടർ ടൈറ്റ് ഡോർസ് ഓപ്പൺ ആണോ ക്ലോസ് ആണോ. അത് ക്ലോസ് ആണെങ്കിൽ ഗ്രീനും ഓപ്പൺ ആണെങ്കിൽ റെഡും. പിന്നെ ഇതാണ് എൻ്റെ വർക്കിംഗ് സ്റ്റേഷൻ. ഇപ്പോൾ സെക്കൻഡ് കോഴ്സിൻ്റേതായിട്ടുള്ള പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ചെയ്യുന്നത്. പിന്നെ ഷിപ്പിൽ ഉള്ള AIS സാർട്ടാണിത്. നമുക്ക് എമർജൻസി സെർച്ച് ആൻഡ് റെസ്ക്യൂ റഡാർ ട്രാൻസ്പോണ്ടർ എന്ന് പറയും. ഇത് നമ്മൾ എമർജൻസി ടൈമിൽ ഉപയോഗിക്കേണ്ട ഒന്നാണ്. 2 എണ്ണം ഉണ്ട്. ഒരെണ്ണം പോർട്ട് സൈഡും മറ്റേത് സ്റ്റാർബോർഡ് സൈഡും. ഇത് എമർജൻസി ഡീഫ്രിബിലേറ്ററാണ്. അത് തന്നെ സാർട്ട് സ്റ്റാർബോർഡ് സൈഡ്. പിന്നെ അത് ഇപ്പർബാണ്. ഇത് ചീഫ് ഓഫീസറിൻ്റെ ഡെസ്ക്കാണ്. പിന്നെ ഇതാണ് നമ്മുടെ GMDSS കൺസോള്. ഇത് SAT-C1 SAT-C2 ഇത് നമ്മുടെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതെല്ലാം എല്ലാ ഷിപ്പിലും കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇവിടെയാണ് നമ്മുടെ VHF, DSC, MFHF, നാവ്ടെക്സ് എല്ലാം വരുന്നത്. പിന്നെ താഴെ അതിൻ്റെ പ്രിൻ്ററും. പിന്നെ ഇതാണ് നമ്മുടെ കോഫി സ്റ്റേഷൻ. പിന്നെ ഇവിടെയാണ് നമ്മുടെ എമർജൻസി ആയിട്ടുള്ള പൈറോടെക്നിക്സ് കാര്യങ്ങളെല്ലാം വരുന്നത്. പിന്നെ ഈ ഷിപ്പിൽ നമ്മൾ പേപ്പർലെസ് ഷിപ്പാണ്. അപ്പോൾ നമ്മളൊന്നും പ്രിൻ്റ് ഔട്ട് എടുക്കാറില്ല മാക്സിമം. അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള പേപ്പർ വർക്ക്സ് എല്ലാം ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ടാബ്ലറ്റിലും അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലും PC-യിലുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലാണ് നമ്മൾ പെർമിറ്റ്സ്, ചെക്ക് ലിസ്റ്റ് കാര്യങ്ങളെല്ലാം ഫില്ലപ്പ് ചെയ്യുന്നതും എല്ലാം ഓൺലൈനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ കുറച്ച് ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് പരിഹരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓഫ്ഷോർ വെസലിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയേണ്ട കാര്യങ്ങൾ കമൻറ്റിലൂടെ അറിയുക. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഉള്ള വെസല് ഒരു മൾട്ടിപർപ്പസ് വെസലാണ്, ROV വെസലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലുള്ള കാര്യങ്ങൾ വേറൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.